ഒരു മത്സരം നടത്തുകയോ? അല്ലാഹുവേ പടച്ചവരെ, ഇത് പാണക്കാട് സയ്യിദന്മാര് കാണുന്ന ഒരു സദസ്സാക്കണയല്ല, ആത്മീയാചാര്യമാര് ദുആ ചെയ്യുന്ന സദസ്സാക്കണയല്ല. ഒരു കറാഹത്ത് പോലും അഥവാ വലത്ത് ഭാഗത്തേക്കൊന്ന് തുപ്പുക പോലും ചെയ്യാറ് വർഷങ്ങളോളം കേരള സമുദായം ഏറ്റവും അധികം ആദരിച്ചു പോലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ആമീൻ ഈ സദസ്സിന് കൊടുക്കണയല്ല. ഭാഗ്യവാനാരാ, ഭാഗ്യവാനാരാ. ഉസ്താദേ, നിങ്ങളെല്ലാ മജ്‌ലിസിലും ദുആരക്കുവോ? ഇനി മദീനത്ത് പോകുമ്പോ ദുആരക്കുവോ? നാളെ നാട്ടിലെ വേദി പോകുമ്പോ ദുആരക്കുവോ? എങ്കിലും ഞാനിതാ ശഫാഅത്തിന്റെ ബാക്കി ഭാഗം കേൾക്കുന്നതിന് മുമ്പ് 1 ലക്ഷം രൂപ ഉസ്താദേ എന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് ആവേശത്തോടെ ഇസ്സത്തോടെ നല്ല മനസ്സോടെ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റോ? ബഹുമാനപ്പെട്ട റിയാഉദ്ദീൻ വൈസി ഉസ്താദിനോട് പറഞ്ഞിരെന്തെന്നറിയോ? എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാസികളാണ് ഇവിടെയുള്ളത്. ഏത് പള്ളിയുടെ കാര്യം പറഞ്ഞാലും കോളേജിന്റെ കാര്യം പറഞ്ഞാലും യതീമക്കളുടെ കാര്യം പറഞ്ഞാലും അവരെ നാട്ടിലുള്ളൂ, അവരെ രംഗത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മനസ്സ് വെച്ചിട്ട് ആദ്യമായി നിയ്യത്ത് ചെയ്യുന്നത്? കാരുണ്യവാനായ റബ്ബേ, അതാരാണെങ്കിലും അവരെ കൈവെടിയല്ലേ അല്ലോ, അവരെ ഒഴിവാക്കല്ലേ അല്ലോ, അവരെ ഏറ്റെടുക്കണേ അല്ലോ, അവരെ സ്വീകരിക്കണേ അല്ലോ. ഒരു കാലത്തും അവരെ പേര് എന്റെ മനസ്സിൽ നിന്നും ആയല്ല അല്ലോ. ഒന്നാമത്തെ ആളാര്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് സഹോദരൻ കുലു തക്ബീർ പേരറിയില്ല, നാടറിയില്ല, ഒന്നും അറിയില്ല, സംഘാടകർ പേടിയെടുത്ത രണ്ടാമത്തെ ആള് കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ പൊരുവയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് ഉസ്താദ് വാക്കവി വന്ന് റിയാദിലെ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞപ്പോ അല്ലാഹുവേ, ഈ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആ മഹാന്മാര് പരലോകത്ത് കൈതരുമെന്ന വിശ്വാസത്തില് ഈ പ്രാർത്ഥന മനസ്സിൽ കരുതിയിട്ടല്ലോ 2 സഹോദരങ്ങളാണ് ചാടി എഴുന്നേറ്റതല്ല. എല്ലാവരും ഒന്ന് ആമീൻ പറയുക, എല്ലാവരും ഒന്ന് ആമീൻ പറയുക. ആദ്യം എഴുന്നേറ്റ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പറയുന്നവര് വേദിയിലേക്ക് വരിക. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. 2 സഹോദരങ്ങൾ പറഞ്ഞവർക്ക് എല്ലാ നന്മകളും നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മലമൂത്ര വിസർജനത്തിനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലാതെ പിന്നെ ഖുർആനിൽ നിന്ന് കണ്ണെടുക്കാതെ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഉസ്താദേ, ഞങ്ങൾക്ക് ഇത് മാത്രമല്ലേ ബാക്കിയുള്ളൂ. പച്ച മണ്ണിൽ ഞങ്ങളുടെ മയ്യിത്ത് കൊണ്ടുവച്ചാ മക്കൾ പോലും ഒരുപക്ഷെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇതൊരു ആശ്വാസമാകുമല്ലോ. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പെന്തെന്നറിയോ? എത്രയോ മജ്‌ലിസിൽ ഈ പാവപ്പെട്ടോ പോകുമ്പോ ഇൻഷാ അല്ലാഹ് മറക്കാതെ ദുആ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു, ഞാൻ പോകുന്ന മജ്‌ലിസിന്റെ എല്ലാം പൊരുത്തം ഓരോ ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെടുന്നേറ്റ 2 സഹോദരങ്ങൾക്ക് കാരുണ്യവാനായ റബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരാണ്? 1 ലക്ഷം. മൂന്നാമത്തെ ഒരു സഹോദരൻ അവിടെ 1 ലക്ഷം. اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവേ, അല്ലാഹുവേ, 1 ലക്ഷം രൂപ പറഞ്ഞ മൂന്നാമത്തെ സഹോദരൻ, ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുലൂ തക്ബീർ. നാലാമത്തെ സഹോദരൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്വലാത്ത് ചൊല്ല് സഹോദരങ്ങളെ. ബിഫദ്ലി സ്വല്ലല്ലാഹു. അല്ലാഹുവേ, പടച്ചവനെ, ഇതിൽ ഈ ശിഹാബ് തങ്ങൾ പറഞ്ഞു വിട്ടതുപോലെ റിയാദിലുള്ള സഹോദരങ്ങൾ ഞങ്ങളെ കൈവിടിയൂല. വാക്കവി നിങ്ങൾ ചെന്നോ? ഞാൻ പറഞ്ഞു, ഉസ്താദേ, അവരെനിക്ക് വേണ്ടിയാണെന്ന് കരുതുവോ? എന്റെ സ്ഥാപനമാണെന്ന് കരുതുവോ? അല്ലാഹുവേ, പടച്ചവനെ, നല്ല മനസ്സോടെ രംഗത്ത് വന്ന് ഈ പ്രിയപ്പെട്ടവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ കൈ പിടിച്ചിട്ട് ഈ വേദിയിൽ വന്ന് 4ാമത് 1 ലക്ഷം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആ പ്രിയപ്പെട്ട സഹോദരൻ അവരുടെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലാ നന്മകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഒരു അപകടവും നീ കൊടുക്കല്ല തമ്പുരാനെ. ഒരു വിഷമവും നീ കൊടുക്കല്ല റഹ്മാനെ. ഒരു പ്രയാസവും നീ കൊടുക്കല്ല പടച്ചവനെ. 5ാമത്തെ ആൾ എന്താ പേര്? മോനെ
അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ ആൾ 1 ലക്ഷം രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. 7 മാസം കൊണ്ട് ഖുർആൻ മനപാഠമാക്കിയ പാണക്കാട് കുടുംബത്തിന്റെ പൊന്നോമന പുത്രന്റെ ബറക്കത്ത് അല്ലാഹുവേ. നവാബ് ഹസനെന്ന പൊന്നുമോന് നീ കൊടുക്കണേ അല്ലാ, പൊന്നുമോന് നീ കൊടുക്കണേ അല്ലാ. കാരുണ്യവാനായ പടച്ചവരെ, അവർക്കെല്ലാ നന്മകളും നീ ചുരിഞ്ഞു കൊടുക്കണേ അല്ലാ, ഒരപകടവും നീ കൊടുക്കല്ലേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇഖ്ബാൽ 6ാമത്തെ ആളായി 1 ലക്ഷം രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ിംഗല്ലത്താണിയുടെ ഇഫ്ള് ഖുർആൻ കോളേജ് റിയാദിന്റെ പ്രതിരൂപം പോലെ വളർന്നു വരാ പോകുന്നുവല്ലോ. ഈ പാവപ്പെട്ട പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഇഖ്ബാൽ എന്ന കൂട്ടുകാരനാണ് 6ാമത് പറഞ്ഞത്. അല്ലാഹുവേ, സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അപകടങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ, ദുരിതങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ. ഈ ദുആ സ്വീകരിച്ച് വിചാരണയില്ലാത്ത സ്വർഗം പടച്ചവനെ ആ പാവപ്പെട്ട സഹോദരന് കൊടുക്കണേ അല്ലാ. മുഹമ്മദ് ഷനാസ് 7ാമത്തെ ആൾ 1 ലക്ഷം രൂപ. മുഹമ്മദ് ഷനാസ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, റാമത്തിന്റെ കനക കൊട്ടാരമായ സയ്യിദന്മാര് അല്ലാഹുവരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ, അവരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റഹ്മാനെ. ഷനാസ് എന്ന പൊന്നുമോൻ വന്ന് കരം കവർന്നിട്ട് 1 ലക്ഷം രൂപ പറഞ്ഞു. ആ പൊന്നുമോന്റെ ഉപ്പായുമ്മായും നീ അനുഗ്രഹിക്കണേ അല്ലാ, ആ കുടുംബത്തിന് തണല് കൊടുക്കണേ അല്ലാ, എല്ലാ നന്മകളും നീ കൊടുക്കണേ അല്ലാ. 8ാമത് പേര് പറയാതെ ഒരു സഹോദരന് 1 ലക്ഷം രൂപ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പേര് പറഞ്ഞിട്ടില്ല. 8ാമത്തെ സഹോദരൻ 1 ലക്ഷം രൂപ പറഞ്ഞു. തമ്പുരാനെ, ആ സഹോദരന്റെ പേര് എനിക്കറിയാം. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ല. എല്ലാവരും ആമീൻ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം ആമീനാണ്, നമ്മുടെ ലക്ഷ്യം സ്വലാത്താണ്. അല്ലാഹുവേ, പടച്ചവനെ, ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സ്ഥാപനത്തിന്റെ കത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം പടച്ചവനെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഷിഫ വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ രാധാകൃഷ്ണൻ വള്ളിക്കുന്ന് വന്നിട്ടുണ്ട്. ഇവിടെ മകൻ 1001 റിയാൽ സംഭാവന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണിത്. 1 വർഷത്തേക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ ചെലവ്, 1 വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ഫുൾ ചെലവ് രാധാകൃഷ്ണൻ എന്ന സഹോദരനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കുലൂ തക്ബീർ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉദ്ദിഷ്ട നരചാർദുലം കർത്തവ്യം ദൈവമാന്തിതം ഉദ്ദിഷ്ടോദിഷ്ട ഗോവിന്ദ ഉദ്ദിഷ്ട ഗരുഡധ്വജ ഉദ്ദിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുജ ചുഞ്ചുക കുങ്കുമത്തോ നിയതാ തുണിതാ തുല നീലതനോ. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആ മനസ്സ് കാണിച്ചല്ലോ. ഷിഫ വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ആ പ്രസ്ഥാനത്തെ അല്ലാഹു വളർത്തട്ടെ, ആ പ്രസ്ഥാനത്തെ അല്ലാഹു വളർത്തട്ടെ. ആ സഹോദരനെ, പൊന്നുമോനെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷിക്കട്ടെ. ഹിദായത്തിന്റെ പ്രകാശം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതായത് ശംഷാദിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകൻ സംഭാവന നൽകിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 8 പേരായി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, 8 പേരാണ് ഓരോ ലക്ഷം വെച്ച് പറഞ്ഞത്. കാരുണ്യവാനായ പടച്ചവനെ, കരിങ്കല്ലത്താണിയുടെ ഇഫ്ള് ഖുർആൻ കോളേജിന്റെ ബിൽഡിംഗ് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ, നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് കിടന്നുറങ്ങാനല്ല, ഖുർആൻ കയ്യിൽ വെച്ച് നിലത്ത് വെക്കാതെ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയാണ് തമ്പുരാനെ, മക്കൾക്ക് വേണ്ടിയാണല്ലാ. അവര് ഭക്ഷണം കഴിക്കുമ്പോ, അവരവിടെ നമസ്കരിക്കുമ്പോ, അവരവിടെ ഇബാദത്ത് ചെയ്യുമ്പോ അതിന്റെ എല്ലാം പുണ്യം അല്ലാഹു ഇത് പറയുന്നവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഇതുവരെ പറഞ്ഞവരുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ആലിമീങ്ങളും ഹഫീളും ആക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് നീ ഒരു കഷ്ടപ്പാടും കൊടുക്കല്ലേ അല്ലാ, ഒരു ദുരന്തവും കൊടുക്കല്ലേ അല്ലാ, ഒരു ദുരിതവും കൊടുക്കല്ലേ അല്ലാ. 1 ലക്ഷം രൂപ
ലത്തീഫ് കാപ്പാട് കുടുംബത്തിന് ഐശ്വര്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ വിയർപ്പൊഴുക്കി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ചുമ്മാറെ ഒരു സ്ഥാപനത്തിനും എടുത്തു കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചില മണ്ടന്മാര് ചിന്തിക്കുന്നുണ്ടല്ലോ. അവർക്ക് എങ്ങനെയാണ് കഴിയുക? 1 ലക്ഷം രൂപ എങ്ങനെ പറയാൻ കഴിയുന്നു? അല്ലാഹുവേ, ഇത് ഈമാന്റെ മലിപ്പിടുത്തമുള്ള മുറവിളിയുള്ള മത്സരമാണ്. റബ്ബേ, ആ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ലത്തീഫെന്ന സഹോദരന് വിജയം കൊടുക്കണേ അല്ലാ. കോടികൾ സമ്പാദിച്ചിട്ട് ഒരു നാണയത്തൊട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാറ് എത്രയോ ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നതല്ല. ചിരിപ്പാഞ്ഞു പോകുന്ന വാഹനത്തിനിടയിൽ പറഞ്ഞവരെ നീ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ദുആ രക്കണം. അദ്ദേഹത്തിന്റെ മക്കളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. 1 ലക്ഷം രൂപ. കുലു തക്ബീർ, കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് ഉസ്താദിന്റെ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ രക്കണേ. എന്റെ മക്കൾക്ക് ദുആ രക്കണേ ഉസ്താദേ, അവരാഫിലാവണം, അവർ ഖുർആനിൽ ബോധമുള്ളവരാകണം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിയുടെ ദീനുള്ള പ്രിയപ്പെട്ട അബ്ദുൽ സമദ് എന്ന അല്ലാഹുവേ പടച്ചവനോട് ദീനീ പ്രവർത്തനത്തിന്റെ അമരക്കാരനാണ്. ആ സഹോദരൻ 1 ലക്ഷം രൂപ പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, വാഹനത്തിലും ആ സ്ഥാപനത്തെ കുറിച്ച് മുഴുവനും ചോദിച്ചറിഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരന്റെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കൈനീട്ടുന്ന ഒരു പരിതാപകരമായ അവസ്ഥ സയ്യിദന്മാരുടെ ബറക്കത്ത് കൊണ്ട് കൊടുക്കല്ല അല്ലാ, കൊടുക്കല്ല അല്ലാ, കൊടുക്കല്ല അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും കാരുണ്യവാനായ റബ്ബിനെ സാക്ഷി നിർത്തി ഇതുവരെ 10 പേരായി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരാൾ കൂടി വേഗം ഒന്ന് പറയണം, ഒരാൾ കൂടി സന്തോഷത്തോടെ. കുലു തക്ബീർ. അവിടെ എഴുന്നേറ്റു, അവിടെ എഴുന്നേറ്റു. കുലു തക്ബീർ. മകൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു അനുഭാവി 1 ലക്ഷം രൂപ. ആ 12ാമത്തെ ഒരാൾ കൂടി അവിടെ പറഞ്ഞു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരാൾ കൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ 2 പേരാണ് പടച്ചവനെ എഴുന്നേറ്റത്. ഇവരെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു മകൾക്ക് കുട്ടി ഉണ്ടാകണമെന്ന കൊതിയോടെയാണ് ഒരു സഹോദരൻ പറഞ്ഞത്. എല്ലാവരും ആമീൻ പറയുക, എല്ലാവരും ആമീൻ പറയുക. അല്ലാഹുവേ, മകൾക്ക് നീ കുട്ടികളെ കൊടുക്കണേ അല്ലാ. ഇബ്രാഹിമാളുടെ ആമീൻ ഒരുമിച്ച് തട്ടിക്കളയൂലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തമ്പുരാനെ. അഹ്ലു ബൈത്തിന്റെ മാണിക്യമുത്തിനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു അല്ലാ. പാവപ്പെട്ട പ്രവാസികളുടെ മനസ്സിനെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ പ്രിയപ്പെട്ട മകൾക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോ പുറകിൽ നിന്നെഴുന്നേറ്റ പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലോ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കാരുണ്യവാനായ പടച്ചവനെ, എല്ലാ അപകടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാ. സയ്യിദലവി 1 ലക്ഷം രൂപ. കുലു തക്ബീർ, കുലു തക്ബീർ, കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, 13ാമത്തെ ആളാണ് സയ്യിദലവി. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ പടച്ചവനെ, സയ്യിദലവി എന്ന സഹോദരൻ മനസ്സുകൊണ്ട് എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നീ നടത്തി കൊടുക്കണേ അല്ലാ, നടത്തി കൊടുക്കണേ അല്ലാ. നാളെ പരലോകത്തിന്റെ പുന്നാര ഹബീബിന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ പടച്ചവനെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ആ പ്രിയ കൂട്ടുകാരന് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തണേ അല്ലാ.
സിദ്ദീഖ് വൈസി അമ്മിനിക്കാടിന്റെ നാട്ടുകാരൻ സൈനുദ്ദീൻ എന്ന പ്രിയ സഹോദരൻ 14ാമത്തെ ആളായി 1 ലക്ഷം രൂപ. ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സൈനുദ്ദീൻ എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയ കൂട്ടുകാരനായ സിദ്ദീഖ് വൈസി അമ്മിനിക്കാടിന്റെ നാട്ടുകാരനാണ്. കാരുണ്യവാനായ പടച്ചവനേ, ആ പ്രിയപ്പെട്ട സഹോദരനെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനേ. മൊയ്തീൻ മണ്ണഞ്ചേരി 1 ലക്ഷം രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ മണ്ണഞ്ചേരിയിലെ മൊയ്തീൻ എന്ന സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, രോഗശാന്തി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അപകട മരണം കൊടുക്കല്ലേ അല്ലാ. ഈ 1 ലക്ഷം രൂപ പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ, നിന്റെ മുന്നിൽ വലിയ പ്രതീക്ഷയിലാണവർ. അവരെ ഒരിക്കലും നീ നിരാശരാക്കല്ലേ അല്ലാ, നിരാശരാക്കല്ലേ അല്ലാ. ഒരു സഹോദരി 1 ലക്ഷം രൂപ. 16 പേരായ ഒരു സഹോദരി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരി അല്ലാഹുവേ എന്തോ ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ട്. ഈ സദസ്സിൽ നിന്ന് പൊട്ടിക്കരം നിട്ട് അല്ലാഹുവേ നിയ്യത്ത് ചെയ്തതാണ്, നീ ഖബൂലാക്കി കൊടുക്കണേ അല്ലാ. ആ പെങ്ങളുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മർ നരാമാക്കൽ കീഴ്ശ്ശേരി കുടുംബത്തിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ 1 ലക്ഷം രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തെ, ഭാര്യയെ, മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്തോ ഒരു മനസ്സാണ് പടച്ചവനെ, ആ മനസ്സിൽ നീ നന്മ നിറച്ചു കൊടുക്കണേ അല്ലാ. അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ദുരിതങ്ങളൊന്നും നീ കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ. ഉമർലി ശിഹാബ് തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് ആ ഉമർ എന്ന പ്രിയപ്പെട്ട സഹോദരനെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് നിന്നൊരു പെങ്ങള് ഒരു സ്വർണ്ണമോതിരം, 5 വർഷമായി കുഞ്ഞുങ്ങളില്ല, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തു. വേറൊരു സഹോദരി ഒരു സ്വർണ്ണമോതിരം. എന്റെ ആങ്ങളെ 14 വർഷമായി നാട്ടിൽ പോയിട്ട് പാപ്പ ഹാർട്ട് അറ്റാക്കായി കഴിയുകയാണ്. 30 വർഷത്തെ സമ്പാദ്യം, മൂത്ത പെങ്ങളും 2 പെമ്മക്കളും പഠിക്കാനാകാതെ ബാംഗ്ലൂരിൽ പോയി. പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ പോയി. ആ ആങ്ങളക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. കുടുംബത്തിലെ ഒരു സങ്കടം ഒരു പേജ് നിറച്ചെഴുതി വേദനയോടെ ഒരു സ്വർണ്ണമോതിരം അത് മാറണമെന്ന ആഗ്രഹത്തോടെ എഴുതി തന്നിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ആ വിഷമം മാറ്റിക്കൊടുക്കട്ടെ. اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവേ 5 വർഷമായി എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോ, എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് മുത്തം കൊടുക്കുമ്പോ കൊതി കൊണ്ട് അല്ലാഹുവേ ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹത്തോടെ തന്റെ വിരൽ തുമ്പിൽ കിടന്ന മനോഹരമായ സ്വർണ്ണമോതിരം അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി അഴിച്ചു തന്ന ആ പൊന്നാര പെങ്ങൾക്ക് അല്ലാഹുവേ നീ മക്കളെ കൊടുക്കണേ അല്ലാ, നീ മക്കളെ കൊടുക്കണേ അല്ലാ. ജിദ്ദ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഒരു പെങ്ങൾ തന്റെ കഴുത്തിൽ കിടന്ന മനോഹരമായ മാല, അല്ലാഹുവേ ഞാൻ പാണക്കാട് കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ തന്ന പ്രിയപ്പെട്ട പെങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ജമാമിലെ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെയുണ്ടല്ലാ. എന്റെ 2 കൈക്കുമ്പിൽ നിറച്ചാണ് ഇവിടുത്തെ സഹോദരിമാര് സ്വർണം തന്നത്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ എന്നും അവർക്ക് ദുആ ഉണ്ടല്ലോ, അവരുടെ വന്നാലും ഇല്ലെങ്കിലും അവർക്ക് ഇന്ന് ദുആ ചെയ്യുമല്ലോ, നാളെയും ദുആ ചെയ്യുമല്ലോ. അതിൽ 2 സഹോദരിമാര് കൂടി വന്നിട്ടുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സ്വർണം തന്ന 2 സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളിൽ നിന്നവരെ നീ പൂർണ്ണമായി കാത്തുരക്ഷിക്കണേ അല്ലാ.
അഷ്റഫ് വേങ്ങൂര് 1 വർഷത്തിന് 2 കുട്ടികളുടെ ചെലവ് അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അഷ്റഫ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, 2 കുട്ടികളുടെ ചിലവ് 1 വർഷത്തേക്ക് ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹോദരന് സാമ്പത്തിക അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. റിയാദ് പാലക്കാട് ജില്ല KMCC 10 കുട്ടികളുടെ ചിലവ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ. 1 വർഷത്തേക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്ക് ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെയുണ്ടല്ലോ. എന്നാലും ഉസ്താദേ, ഈ വലിയ സദസ്സ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ ഉസ്താദേ. പാലക്കാട് ജില്ലയിലെ KMCCയിലെ റിയാദിലുള്ള ചുണക്കുട്ടന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് വിദേശ രാജ്യങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, KMCCയും പ്രവർത്തനങ്ങൾ പറഞ്ഞാ തീരില്ല. പാലക്കാട് ജില്ലയിലെ സംഘാടകരെ അനുഗ്രഹിക്കണേ അല്ലാ. 1 വർഷത്തേക്ക് 10 കുട്ടികളെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചല്ല തമ്പുരാനെ. അവരെ മക്കളെ നീ യതീമാക്കല്ലേ അല്ലാ. അവരുടെ മക്കൾക്ക് നീ അപകടങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ. സയ്യിദലവി 50,000 രൂപ. കുലൂ തക്ബീർ, PT സയ്യിദലവി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, 50,000 രൂപ പറഞ്ഞ PT സയ്യിദലവി എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മാരക രോഗങ്ങളെ തൊട്ടാ പ്രിയ കൂട്ടുകാരനെ കാത്തുരക്ഷിക്കണേ അല്ലാ. 400 റിയാല്. അൽഹംദുലില്ലാഹ്, പെങ്ങന്മാരുടെ കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതിക്കും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി ദുആരക്കാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ക്ഷമിക്കണ്ട, പെട്ടെന്ന് 12:30 എന്നെ നിർത്തിക്കളയുമെന്ന് നിങ്ങൾ തോന്നണ്ട. അത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ബാക്കി ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. പിരിവ് നടത്തി കാശൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ പിരിഞ്ഞു പോകുമോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു പറ്റിക്കൂല. അല്ലാഹു തആല ഇൽമിന്റെ വേദിയിൽ സത്യസന്ധതയും പാലിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിതാവിന്റെ രോഗശമനത്തിനും മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും നീതിബോധമുള്ളവരാകാനും ഭാര്യയുടെ രോഗം മാറാനും വേണ്ടി ദുആരക്കാൻ അബ്ദുൽ ലത്തീഫ് 25,000 രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ലത്തീഫ് എന്ന സഹോദരൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് സംഘാടകർ ചെല്ലുക. താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, നിർബന്ധമൊന്നുമില്ല. നല്ല മനസ്സോടുകൂടി താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ഇൻഷാ അല്ലാഹ് കൊടുത്തരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിന്റെ കാത് മടങ്ങിയിരിക്കുന്നു, അത് ശരിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് എന്ന സഹോദരൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു ആ സഹോദരന്റെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ, വിഷമം നീക്കി കൊടുക്കണേ അല്ലാ, എല്ലാ ബറക്കത്തും എല്ലാ ഐശ്വര്യവും നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. 3.5 വർഷമായി കുഞ്ഞുങ്ങളില്ല, ദ്വാരക്കണം. 25,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, 25,000 രൂപ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന് നീ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സന്താന സൗഭാഗ്യത്തിന്റെ ഉടമകളാക്കണേ അല്ലാ. കുട്ടിയുടെ ചെലവിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ. 1 വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ചെലവേറ്റെടുത്ത ആ പ്രിയ കൂട്ടുകാരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 8 വർഷമായി ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് മാറുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ.
അയ്യൂബ് പാച്ചല്ലൂര് തിരുവനന്തപുരം മക്കൾക്കും കുടുംബത്തിനും ദ്വാരക്കുന്നതിന് വേണ്ടി 1,00,000 രൂപ കുലൂ തക്ബീർ സംസാദ് എഴുതിയ അയ്യൂബ് പാച്ചല്ലൂര് തിരുവനന്തപുരം. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് എത്രയാണ് ചിലവ്? 30,000 അല്ലേ നേരത്തെ എഴുതുന്നത് അല്ലേ? ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 30,000 രൂപയാണ്. അൽഹംദുലില്ലാ, താല്പര്യമുള്ളവർ പറഞ്ഞു നമ്പർ എഴുതി കൊടുക്കണം. കാരണം ഇനി ഒരു പ്രാവശ്യം കൂടി മാത്രമേ സംസാദിനൂടെ വരാൻ പറ്റുള്ളൂ. അന്ന് ഈ ഏകദേശമുള്ളത് കളക്ട് ചെയ്തുകൊണ്ട് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലൊന്നും നമുക്ക് ആർക്കും ഒരു കൈകടത്തലില്ല. നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നത് പരമാവധി എത്ര കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത് ഇൻഷാ അല്ലാഹ് ആ ബാധ്യത ഈടുക. അതിന്റെ ബറക്കത്തും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകും. അയ്യൂബ് പാച്ചല്ലൂര് തിരുവനന്തപുരം 1,00,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ അയ്യൂബ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ. മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടാണ് സ്വതക്ക നൽകിയത്. അല്ലാഹു അത് പൂർണ്ണമായും നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഒരിക്കലും ഇതൊരു നഷ്ടത്തിലാക്കല്ല അല്ലാ. ഒരു സഹോദരൻ തന്റെ ഭാര്യയുടെ വള കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല, ദ്വാരക്കണമെന്ന നെയ്യത്തോടെ ആ വള ഈ സദസ്സിലേക്ക് തന്നിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ പൊന്നാര പെങ്ങൾക്കും ആ സഹോദരനും ഒരു സന്താന സൗഭാഗ്യമേ സ്വർണ്ണവളയുടെ സ്വതക്കയുടെ പോരിച്ച കൊണ്ട് കൊടുക്കണേ അല്ലാ. ഒന്ന് അഴിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവരും. വേറൊരു സ്വർണ്ണവള മറ്റൊരു സഹോദരി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ സഹോദരിക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യ ആഫിയത്തും കൊടുക്കണേ അല്ലാ. കാരുണ്യവാനായ റബ്ബേ സയ്യിദന്മാരുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അതുപോലെ ജീവിച്ചിരിക്കുന്ന മറ്റു ബന്ധുമിത്രാദികൾക്ക് മക്കൾക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് 8 വർഷമായി ഒരു രോഗമുണ്ട്. അത് മാറുന്നതിന് വേണ്ടി ആ ബുദ്ധിമുട്ട് നീങ്ങുന്നതിന് വേണ്ടി നാസർ എന്ന സഹോദരൻ 1,00,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ സഹോദരന്റെ ആ കത്തിലെഴുതിയിരിക്കുന്ന ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നഷ്ടത്തിലാക്കല്ലേ അല്ലാ. റബ്ബേ ആ സഹോദരന്റെ വിഷമം എത്രയോ വർഷമായ ആ സഹോദരൻ അനുഭവിക്കുന്ന ഒരു രോഗമുണ്ട്, അത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഉമ്മ മരിച്ചു, ഉമ്മാക്ക് മഗ്ഫിറത്തിനും എന്റെയും കുട്ടികളുടെ രോഗം ശിഫാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 25,000 രൂപ. വേറൊരു സഹോദരൻ എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 4,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ മരണപ്പെട്ട ഉമ്മാക്കും തന്റെ മക്കൾക്കും വേണ്ടിയിട്ട് അല്ലാഹുവേ പടച്ചവനെ 25,000 രൂപ പറഞ്ഞ സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. രോഗം മാറുന്നതിന് വേണ്ടി, മകന് നല്ല ജോലി കിട്ടാൻ, സ്വാലിഹായ മക്കളാകാൻ, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് മാറുന്ന സ്വർണ്ണമോതിരം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അറിയുന്നതിന് എന്റെ മോൻ ഹാഫിളാകാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. 2 മനോഹരമായ ഒരു ജോഡി സ്വർണ്ണ കമ്മൽ ഈ സദസ്സിലേക്ക് തന്നിരിക്കുന്നു. അള്ളാഹു ഹാഫിളാക്കി കൊടുക്കട്ടെ. വേറൊരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദ്വാരക്കണമെന്ന ആവശ്യവുമായി, ഒരു കുട്ടി ഉണ്ടാകണമെന്ന ആഗ്രഹവുമായി മറ്റൊരു സഹോദരി ഒരു സ്വർണ്ണമോതിരം. അള്ളാഹു ഈ സ്വർണ്ണ സുറക്കകളൊക്കെ സ്വീകരിക്കട്ടെ. അവിടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഭർത്താവിന്റെ കാലുവേദന മാറുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണമോതിരം. മുഹമ്മദ് റജൽ 1 വർഷത്തെ ചിലവ് ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കുലൂ തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഹാഫിളാകാൻ പഠിക്കുന്നു, ബുദ്ധിശക്തി കൂടുന്നതിന് വേണ്ടി ദുആരക്കുക. 1 വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ് എം അബ്ദുൽ കരീം പുന്നല, ഒരു കുട്ടിയുടെ 1 വർഷത്തെ ചെലവ് കുടുംബത്തിനും മക്കൾക്കും മരണപ്പെട്ടുപോയ ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. യൂസുഫ് മുഹമ്മദ് 1,00,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ യൂസുഫ് മുഹമ്മദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. 1,00,000 രൂപ നിയ്യത്ത് ചെയ്ത ആ സഹോദരനെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അയ്യൂബ് 1,00,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ആൺകുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ. അവരെനിക്ക് പെൺകുട്ടി ഉണ്ടാകുന്നതും കൂടെ ദുആരക്ക്. എനിക്ക് 4 മക്കളാണ്. ദുആ ചെയ്യാനല്ലേ പറ്റും. അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. അൽഹംദുലില്ലാഹ്.
സ്ഥാപനത്തിന് വേണ്ടി എത്ര മുസ്തഹബ് വേണമെങ്കിലും തരാമെന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. നാസർ അരിക്കോട് ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ചെലവ്, ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഒരു സഹോദരൻ 50,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. കാരുണ്യവാനായ പടച്ചവനെ, ആ സ്വതക്ക സ്വീകരിച്ചുകൊണ്ട് അവർക്കൊരാൺകുട്ടിയെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആണും പെണ്ണും മക്കളുണ്ടെങ്കിൽ ജീവിതത്തിനൊരു വല്ലാത്ത സന്തോഷമാണ് തമ്പുരാനെ. ആ സന്തോഷം നീ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യയുടെ രോഗശാന്തിക്ക്, മക്കൾ സ്വാലിഹ്യങ്ങളും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ചെലവ്. സുബൈർ ചാവക്കാട്. 2 കുട്ടികളുടെ ഫുൾ ചെലവ് 3 വർഷത്തേക്ക് വേണ്ടി. ആ 3 വർഷത്തേക്ക് വേണ്ടി 2 കുട്ടികളുടെ ഫുൾ ചെലവ്. ഇത് 3 വർഷം മുകളിൽ എഴുതി. പേര് പറയാത്ത ഒരു സഹോദരൻ 25,000 രൂപ. പറഞ്ഞു ഇത് 2 പ്രാവശ്യം വായിച്ചു. ഇത് എന്താണെന്ന് അറിയാത്തത് രോഗം എന്ന് പറഞ്ഞു. TNT കമ്പനിയുടെ 8141 ഒരു വാഹനം വെളിയൊരു ചെറിയ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വാഹനം ദയവ് ചെയ്ത് അതിന്റെ ആളുകളൊന്ന് മാറ്റി കൊടുക്കണം. TNT കമ്പനിയുടെ 8141 എന്ന വാഹനം അത് വെച്ചിരുന്നാൽ മതി. ഇനി പിരിവ് മതി, അത് നടക്കില്ല. ഒരു സഹോദരിയുടെ സ്വർണ്ണ മോതിരം ആങ്ങളക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി, മക്കളെ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദ്വാരക്ക്. നാസർ ഷിഫ 25,000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. പേര് പറയാത്തൊരു സഹോദരൻ 25,000 രൂപ. ആൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഒരു സഹോദരി 1,00,000 രൂപ. ഇൻഷാല്ലാ ലിസ്റ്റ് പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറെ തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ഇൻഷാല്ലാ പിന്നീട് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത് എഴുതി ആ നമ്പർ എഴുതിയിട്ട് ബഹുമാനപ്പെട്ട സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇൻഷാല്ലാ ഈ പറഞ്ഞവര് നമ്പര് സംഘാടകരെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഷാല്ലാ പോകുന്നതിന് മുമ്പ് അത് പ്രിയപ്പെട്ട സംഘാടകരെ ആ നമ്പർ കൂടി എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ഒരു 3 സലാത്ത് ചൊല്ലുക. വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. നിർത്തിയ ഭാഗത്തേക്ക് തിരിച്ചു പോവാണ്. ബിഫദ്ലി സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മുഹമ്മദ് അസ്ഗർ കായംകുളം എന്ന മകൻ ഹാഫിളാകാൻ വേണ്ടി, നല്ല മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം. അല്ലാഹു ആഗ്രഹം സാധിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരംഭ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്ന് കുൻ മുഹിബ്ബൻ ലിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ആരംഭ റസൂലിനെ സ്നേഹിക്കുന്ന ആളായി, ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആളായി മാറുക. ആത്മാർത്ഥത എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹത്തിനല്ല, പണമുണ്ടാക്കാനുള്ള സ്നേഹത്തിനല്ല, അധികാരം പിടിച്ചടക്കാനുള്ള സ്നേഹത്തിനല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിനല്ല. കുൻ മുഹിബ്ബൻ ലിറസൂലില്ലാഹ്, ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന്റെ ഉടമയായി മാറുക. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് വരുമ്പോ മുത്ത് റസൂലിന്റെ താമസിക്കുന്ന വീടിന്റെ വാതിലിന്റെ മറവിൽ തന്റെ മകനെ കൊണ്ടുവന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ എനിക്കൊരു മോനുണ്ട്, അനസ് എന്നാണ് പേര്, അവിടെ നിന്ന് ദുആരക്കണം. എന്തിനു വേണ്ടി ദുആരക്കണം? അല്ലാഹുവിന്റെ റസൂലേ സമ്പത്ത് അധികരിക്കണം, മക്കൾ അധികരിക്കണം, സ്വർഗം കിട്ടണം. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ നിയ്യത്തോടെ എങ്ങനെ ദുആരുന്നു? സമ്പത്ത് അധികരിച്ചു, ഒരുപാട് സ്വത്തിന്റെ ഉടമയായ അനസ് റളിയല്ലാഹു അൻഹു മാറി. പിന്നെയോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് മക്കളുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടായി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു, തൃപ്തിയിൽ ജീവിച്ചു. വഫാത്തിന്റെ സമയത്ത് മുത്ത് റസൂലിന്റെ സുഗന്ധം എന്റെ കവിളത്തു ഉണ്ടോ എന്നെനിക്ക് സംശയമാകുന്നു, തൊട്ട് ആ സുഗന്ധം ഇപ്പോഴും വരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കുൻ മുഹിബ്ബൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന പ്രേമിക്കുന്നവരാകുക.
റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ. അല്ലാഹു ആ പുന്നാര ഹബീബിന്റെ ശഫാഅത്ത് നമുക്ക് തരട്ടെ. മുത്ത റസൂലിനെ ആത്മാർത്ഥതയോടുകൂടി ഇഷ്ടപ്പെടുന്ന, ആരംഭ റസൂലിനെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അർഹമുർ-റഹീമായ പടച്ചതമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാന്റെ റസൂല്, അല്ലാഹു പടച്ചതമ്പുരാന്റെ ഹബീബ് ശഫാഅത്ത് ലഭിക്കുന്നതിന് രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്താ? സ്വാലിഹീങ്ങളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടാക്കുക. സ്വാലിഹീങ്ങളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടാവുക. അവരെ നീ സ്നേഹിക്കുന്നതിലായില്ല, അവരെ നീ ഇഷ്ടപ്പെടുന്നതിലായില്ല, അവരുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടാവുക. നമ്മളെല്ലാവരും സയ്യിദന്മാരെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ അവര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവിടെയാണ് വിഷയം. കളമ്പാടി ഉസ്താദിന്റെ പേര് ഞാൻ പറഞ്ഞു, അബൂബക്കർ ഉസ്താദ് പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു. അതിൽ കാര്യമില്ല. അദ്ദേഹം ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളോടൊരു മഹബത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന യോഗ്യത നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നവർക്ക് സ്വാലിഹീങ്ങളുടെ ശഫാഅത്തുണ്ട്, അവർക്ക് ഹാരിഫീങ്ങളുടെ ശഫാഅത്തുണ്ട്. എത്ര ആളുകളെ നമ്മൾ ഇഷ്ടപ്പെട്ടാലും, എത്ര ആളുകളെ നമ്മൾ സ്നേഹിച്ചാലും, അവര് തിരിച്ചു സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വന്നാ അൽഹംദുലില്ലാഹ്, അതിന്റെ യോഗ്യത അല്ലാഹു നമുക്ക് തരുന്നതാണ്. ബഹുമാനപ്പെട്ട സഹാബികൾ പറയുകയാണ്, മുആദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ ഒരു രാത്രിയിൽ ആരംഭ റസൂലിനോടൊത്തുള്ള യാത്രയിൽ ഒറ്റയ്ക്ക് വിജനമായ സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ ടെന്റ് കെട്ടിയിട്ട് താമസിക്കുകയാണ്. ഹബീബിന്റെ കൂടെ ഒറ്റയ്ക്കും ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോയതാ. അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് ഇബാദത്ത് ചെയ്യുന്നത് കണ്ടു. ആരംഭ റസൂലേ, എന്തേ അങ്ങയുടെ മുഖത്തൊരു പ്രകാശമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീൽ വന്നിരുന്നു. രണ്ട് കാര്യം എനിക്ക് തന്നിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഒന്നെങ്കിൽ അങ്ങയുടെ സമുദായത്തിൽ പകുതി ആളുകളെ വിചാരണയില്ലാതെ സ്വർഗം കൊടുക്കാ, അല്ലെങ്കിൽ ശഫാഅത്തിന് അനുമതി തരാ. ഏത് വേണം നബിയേ? ഞാൻ പറഞ്ഞു, സഹാബികളെ എനിക്ക് ശഫാഅത്ത് മതി, എന്റെ സമുദായത്തെ മുഴുവനും എനിക്ക് രക്ഷപ്പെടുത്താമല്ലോ. ഈ ബഹുമാനപ്പെട്ട സഹാബികൾ പറഞ്ഞു, നബിയേ, എന്നാൽ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരുവോ? ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖ്സുറു സ്വലാത്ത് അലയ്യാ. ശഫാഅത്തിന്റെ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ പഠിച്ചോ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും ആഹ്ലാദത്തോടെ ആരംഭ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നെന്ന് പറയുമ്പോ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്ര വിശദീകരിച്ചാലും ഈ ആയത്തിന്റെ ഉള്ളിൽ ഒരു ഉത്സാരം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് നിങ്ങൾ ചൊല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ, ആരംഭ റസൂലിന്റെ ശഫാഅത്തിന് വേണ്ടി സ്വലാത്ത് അധികരിപ്പിക്കാൻ പറയുമ്പോ റിയാദിൽ കഴിയുന്ന സൗദി അറേബ്യയുടെ പ്രധാന സിറ്റിയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവര്, മദീന അടുത്തല്ലേ പ്രിയപ്പെട്ടവര്? ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ? നിങ്ങൾക്കറിയോ, ഈ പാവപ്പെട്ട നൗഷാദ് വാക്കവിയുടെ ജീവിതത്തില് ഒരു വലിയ ആഗ്രഹമാണ് കഴിഞ്ഞ റമളാനോടുകൂടി പൂവണിഞ്ഞത്. എന്റെ ആരംഭ റസൂലിന്റെ അടുത്തിരുന്നു കൊണ്ട് നോമ്പ് തുറക്കാനൊരു ഭാഗ്യം. ഞാൻ റമളാനിന്റെ രണ്ടാമത്തെ ദിവസം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, മലബാർ ജില്ലയിലെ ക്യാൻസർ രോഗിയായ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്നോടൊപ്പം RCCയിൽ ചികിത്സയിൽ കിടന്ന 3 പേരും മരണപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ മാത്രമാണുള്ളത്. ഏതായാലും ദുആയുടെ ബറക്കത്ത് കൊണ്ട്, മനസ്സിന്റെ കട്ടി കൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഏതായാലും മരിക്കുമെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടൊന്നും മക്കയും മദീനയും ഒന്ന് കണ്ടുവരാ. അല്ലാഹുവേ, ഞങ്ങൾ ആദ്യം പോയത് മദീനത്താണ്. റമളാനിന്റെ 3-ാമത്തെ ദിവസം ഞങ്ങൾ മദീനത്തെത്തുമ്പോ വല്ലാത്ത ചൂടായ കാലാവസ്ഥയാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പകൽ സമയത്ത് റൂമിന്റെ അകത്ത് കിടന്നിട്ട് അസറോടുകൂടി പുറത്തിറങ്ങാനെന്ന് തീയത്ത് വെച്ച് കിടക്കുമ്പോ ഈ സഹോദരൻ വന്ന് വിളിക്കുകയാണ്, ഉസ്താദേ, എന്റെ ഉസ്താദേ, ഞങ്ങൾക്കൊന്ന് മദീനത്ത് പോയാലോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വയ്ക്കോ? ഇല്ല ഉസ്താദ് ഒന്ന് വരണം. അവിടെ നിങ്ങൾ കരഞ്ഞു ദുആരക്കുമ്പോ ഞങ്ങൾ പുറകിലെ നാമിയും പറയാ. അതൊരാഗ്രഹമാണല്ലോ. അത് ചില വ്യക്തികളുടെ
നിങ്ങളുടെ ഒരു മനസ്സിന്റെ താല്പര്യമാണല്ലോ. അൽഹംദുലില്ലാഹ്, യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ, നെറ്റിലൂടെ, ഗൂഗിളിലൂടെ പ്രസംഗം കേട്ട എന്റെ റിയാദിലെ പ്രവാസികളെ, ഇന്ന് വെള്ളിയാഴ്ച രാവിൽ ഇവിടെ പൊട്ടിക്കരഞ്ഞിട്ട് ഞങ്ങൾ ദുആരക്കാൻ പോവാ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി തരട്ടെ. ആ സഹോദരനോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന റൗളാ ശരീഫിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ ആ സഹോദരൻ പറയുന്നു, സാറേ സലാം പറയാൻ വന്നതല്ല, അത് ഞാൻ രാവിലെ സലാം പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതെന്തിനെന്നറിയോ? നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോ പറയുമല്ലോ റൗളത്തും മിൻ റിയാദിൽ ജന്നാ, സ്വർഗത്തിന്റെ പൂങ്കാവനമായ സ്ഥലമെന്ന് പറയുമല്ലോ. അവിടെ ഒന്നിരിക്കണം ഉസ്താദേ. എന്നിട്ട് എന്റെ രോഗമുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിലിരുന്നെന്ന് പറയണം ഉസ്താദേ. ഞാൻ പറഞ്ഞ റമദാനാണ്, അവിടെ വലിയ തിരക്കാണ്, 2:30 മണി കഴിഞ്ഞ സമയമാണ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് റിയാദിൽ ജന്നയ്ക്കകത്തൊന്നിരിക്കാൻ ഇടം നോക്കുകയാണ്. ഉന്തിയും തള്ളിയും അകത്ത് കയറി. ഒരാൾ പോലും ഇരിക്കുന്നവരാരും എഴുന്നേറ്റ് പോകുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സെക്യൂരിറ്റിക്കാരും വന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നില്ല. എവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? അവിടെ എപ്പോഴും എന്തൊരു തിരക്കുന്നറിയോ? ഈ രാത്രിയിലൊന്ന് പോയി നോക്കിയാൽ മസ്ജിദുൻ നബവി എത്ര വിശാലമാണ് പ്രിയപ്പെട്ടവരെ. റിയാദിൽ ജന്നയെന്ന മഞ്ഞയും വെള്ളയും ഇടകലർന്ന കാർപ്പറ്റ് വിരിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പൂങ്കാവനമുണ്ടല്ലോ. അവിടെ എത്രയോ ആളുകൾ ഉന്തും തള്ളുമാണ്. ഒന്ന് മാറുവോ, 2 റകഅത്ത് നമസ്കരിക്കട്ടെ, ഒന്ന് മാറുവോ. അങ്ങനെ ലോകത്ത് വേറൊരു സ്ഥലമില്ല പ്രിയപ്പെട്ടവര്. അതുപോലെ ഒരു സ്ഥലം ലോകത്ത് വേറെയില്ല സഹോദരങ്ങളെ. ആ പുണ്യസ്ഥലത്ത് എല്ലാവരും ഇരിക്കുകയാണ്, കുറെ ആൾ നമസ്കരിക്കുകയാണ്, ഒരാളും പുറത്തു പോകുന്നില്ല. ഞാനൊരു സഹോദരനോട് ചോദിച്ചു, എന്തേ ആരും പുറത്തു പോകാത്തത്? ആ സഹോദരൻ പറഞ്ഞ, റമദാനിൽ ഇങ്ങനെയാണ് സാറ്, ഒരു 3 മണിയായി റിയാദിൽ ജന്നയ്ക്കകത്ത് ആര് കടന്നാല് പിന്നെ അവരെ എഴുന്നേറ്റ് പോകാ സെക്യൂരിറ്റിക്കാര് പറയൂല. പിന്നെ എല്ലാവരും അവിടെ ഇരിക്കട്ടെ, അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നോമ്പ് തുറക്കാ, അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇശാ നിസ്കരിക്കാ, അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തറാവീഹ് നമസ്കരിക്കാ. ആരും എഴുന്നേറ്റ് പോകാ പറയൂല. ആ സമയത്ത് ആ ക്യാൻസർ രോഗം ബാധിച്ച സഹോദരൻ പറയാണ്, ഉസ്താദേ, ഒരു ദിവസം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു പോയവനാ. ഈ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലൊന്നിരിക്കാമല്ലോ. ആ സമയത്തതാ ജമാമിന്റെ ഭാഗത്ത് ജോലിയുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആ റിയാദിൽ ജന്നയിൽ നിന്നിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാണ്. ഞങ്ങൾ കുറെ ആളുകൾ അവിടെ നിൽക്കുകയാണ്. നൗഷാദ് ബാഖവി ഉസ്താദല്ലേ എന്ന് ചോദിച്ചപ്പോ സന്തോഷം തോന്നിപ്പോയി. അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ, പ്രസംഗ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായതിൽ ആ സമയത്താണ് ഏറ്റവും അധികം അഭിമാനം തോന്നിയത് സഹോദരാ, ഏറ്റവും അധികം അഭിമാനം തോന്നിയത് സഹോദരാ. അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല. ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? റിയാദിൽ ജന്നയുടെ മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു തന്നയാളല്ലേ, അതുകൊണ്ട് ഇവിടെ ഇരുന്നോ, ഞാനങ്ങ് മാറിത്തരാ. 1 കോടി രൂപ കൊടുത്താലും എഴുന്നേറ്റ് പോകാത്ത സ്ഥലമല്ലേ. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനിൽ റിയാദിൽ ജന്നയിൽ നിന്ന് ഒരാൾ മാറിക്കൊടുക്കുവോ? ആ സഹോദരൻ പറഞ്ഞു, സാറേ, നിങ്ങളിരുന്നാൽ നിങ്ങൾ കാണുന്ന എത്രയോ രോഗികളുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സങ്കടങ്ങളുണ്ട്, നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ കാണുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരില്ലേ. ഇന്നും ഇവിടെ 1 ലക്ഷം രൂപ പറഞ്ഞ സഹോദരൻ കാതിൽ വന്ന് വേദനയോടെ ഒരു സങ്കടം പറഞ്ഞിട്ട് പോയില്ലേ. തങ്ങളെ ഞാൻ എത്ര കണ്ടരാ. ഇന്നലെയും ഇന്നും മെനിങ്ങാനുമായി യാത്ര ചെയ്യുമ്പോ അല്ലാഹുവേ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ചോറ് വിളമ്പുന്ന പ്രിയപ്പെട്ട സഹോദരൻ വേദനയോടെ പൊട്ടിക്കരഞ്ഞിട്ട് ഓടി വന്നിട്ട് എത്ര നാളുകൊണ്ട് സാറെ ആഗ്രഹിക്കുകയാണ്, എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ദ്വാരക്കണം. അതെന്റെ മഹത്വം പറഞ്ഞതല്ല, എന്റെ മഹത്വം പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ മഹത്വമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആദർശത്തിന്റെ മഹത്വമാണ്, കളങ്കര പുരളാറെ കൊണ്ട് നടക്കുന്ന ആത്മീയതയുടെ പ്രകാശത്തിന്റെ പ്രതിധ്വനിയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു അങ്ങനെയുള്ള നല്ല മനസ്സുകളെ കബൂൽ ചെയ്യട്ടെ. ആ സഹോദരൻ അവിടെ നിന്ന് മാറി ആ റിയാദുൽ ജന്നയിലിരുന്ന് അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലി നോമ്പ് തുറന്ന് 1 ദിവസമല്ല 3 ദിവസം ആ ഭാഗ്യം കിട്ടിയപ്പോ എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമല്ലേ, കാരയ്ക്ക കയ്യിലെടുത്ത് വെച്ചാരംഭ റസൂലിന്റെ അടുത്തിരുന്നു കൊണ്ട് നോമ്പ് തുറക്കാൻ പറ്റിയല്ലോ. എന്റെ പ്രവാസികളെ, അല്ലാഹു അതിനുള്ള അവസരം
അവസരം നിനക്ക് തരട്ടെ, അള്ളാഹു ഇതിനുള്ള സൗഭാഗ്യം നിനക്ക് തരട്ടെ. ആ അടയാളങ്ങളൊന്നും മദീനത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് സ്വലാത്തിൽ നിന്ന് ഓടിയൊളിക്കണ്ട, ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലിക്കോ. ബിഫദ്ലി സല്ലല്ലാഹു. അള്ളാഹു ഈ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഇത് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു ഈ സ്വലാത്ത് കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മദീനം സിയാറത്തിന് വരുമ്പോൾ ഹജ്ജിന് വന്നിട്ട് മദീനയിൽ വന്നു. റൗള ശരീഫിന്റെ മുമ്പിലേക്ക് വരുമ്പോ കണ്ണടച്ചിട്ടാ വന്നത്. കാഴ്ച കുറവായിരുന്നു. എങ്കിലും തെളിഞ്ഞ കാഴ്ചയിൽ എപ്പോഴെങ്കിലും റൗള പെട്ടെന്ന് കണ്ടുപോയാലോ മുമ്പ് ചെന്നിട്ട് കാണാം. കണ്ണടച്ചിട്ട് സുഹൃത്തുക്കളോട് പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ആരാ റൗളത്തും മിൻ റിയാദിൽ ജന്നാ എന്ന ഒരു വാക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ മുമ്പിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ബോരം കെട്ട് വീണു പോവുകയാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ ആ മഹബ്ബത്ത് നിലനിർത്തി തരട്ടെ. ഇന്ന് നമ്മളൊരു സാക്ഷിയാകാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെയുണ്ടല്ലോ. ഓക്കോയ തങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനാണ്. എന്തൊരു പവറാണ് ആ കുടുംബത്തിന്. അല്ലാഹുവേ പടച്ചവരെ, ഇന്ന് വേടാടിച്ച ആരംഭ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലി നമ്മൾ ദുആരക്കുമ്പോ ആ ബഹുമാനപ്പെട്ടവരെ മുസാഫഹത്ത് ചെയ്ത് സൗദി അറേബ്യയിലെ റിയാദിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തന്ന വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. അതിനു മുമ്പ് പ്രധാനപ്പെട്ട 1-2 കാര്യം ശ്രദ്ധിക്കാൻ